മോക്ഷത്ത് മഹാദേവ ക്ഷേത്രത്തിൽ ഉണ്ണിയോണം വിപുലമായി ആഘോഷിച്ചു. ക്ഷേത്ര മേൽശാന്തി ശ്രീരാമസ്വാമി കുരുന്നുകൾക്ക് മധുര പലഹാരം നൽകി തുടക്കം കുറിച്ചു. പുലാപ്പറ്റ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രത്തിൽ ഉണ്ണിയോണം വിപുലമായി ആഘോഷിച്ചു. ഗണപതിക്കായി നടത്തിയ പ്രത്യേക പൂജകൾക്ക് ശേഷം കുട്ടികൾക്കായി വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കിയാണ് ഉണ്ണിയോണം ആഘോഷിച്ചത്. കർക്കിടക മാസത്തിൽ തിരുവോണം നാളിലാണ് ഉണ്ണിയോണം നടക്കാറുള്ളത്. അപൂർവം ക്ഷേത്രങ്ങളിലാണ് ഇത്തരം ചടങ്ങുകൾ നടക്കുന്നത്. ക്ഷേത്ര മേൽശാന്തി ശ്രീരാമസ്വാമി കുരുന്നുകൾക്ക് മധുര പലഹാരം നൽകി തുടക്കം കുറിച്ചു. ഓം നമഃ ശിവായ. മോക്ഷത്തപ്പ ശരണം. കർക്കിടക മാസത്തില് നമ്മള് തിരുവോണം നാളില് ചിങ്ങമാസത്തിലെ ഓണത്തിന് മുന്നോടിയായിട്ട് ഉണ്ണികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉണ്ണിയോണം ആഘോഷിക്കുന്നു. അത് കുറേ കാലമായിട്ട് ഇവിടെ ഉള്ള പതിവാണ്. അപ്പൊ ഈ വർഷം അത് ഭംഗിയായി നടത്താൻ മോക്ഷത്തപ്പന്റെയും ഗണപതിയുടെയും അനുഗ്രഹം കൊണ്ട് സാധിച്ചു. ഇപ്പോഴും ഉണ്ണിയോണത്തിന്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ വരുന്നു, ഇവിടുന്ന് ഭഗവാന്റെ പ്രസാദം സ്വീകരിച്ചിട്ട് മടങ്ങണു. കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം. അപ്പോൾ ആചാര്യ ദിവസ അന്നദാനം ഇതൊക്കെ ക്ഷേത്ര ചൈതന്യത്തിന് വളരെ വിശേഷമാണെന്നും ക്ഷേത്ര ചൈതന്യ വർധനവിന് നല്ലതാണെന്നും ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോ എല്ലാ വർഷവും കുട്ടികൾ ഇങ്ങനെ കൂടിക്കൊണ്ടുവരികയാണ്. ഇതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഭഗവാന് നേദിച്ച പ്രസാദം നമ്മള് ഔഷധക്കഞ്ഞി, ഔഷധക്കൂട്ട് പല അമ്പലത്തിലും ഭഗവാന് നേദിച്ച നേദ്യങ്ങൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ കുട്ടികൾക്ക് ബാലാരിഷ്ടതകൾ നീങ്ങാനും അതേപോലെ തന്നെ അവരുടെ വിദ്യ, തൊഴില് ഇതിലുള്ള തടസ്സങ്ങൾ നീങ്ങാനും വേണ്ടിയിട്ട് ഭാവിയിലേക്ക് അവർക്ക് ഗുണങ്ങൾ വർദ്ധിക്കാനും വേണ്ടി അവർ 12 വയസ്സിന്റെ ഉള്ളിൽ തന്നെ അവര് കൊണ്ടുവന്ന് ഭഗവാനെ തൊഴിയിച്ച് ഇവിടുന്ന് അന്നദാനം കഴിപ്പിച്ചു വിടുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.